ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മണി ടോക്കിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു സംരംഭത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ചില ഗവൺമെൻറ് പദ്ധതികളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ത്യ ഗവൺമെൻറ് ധാരാളം സംരംഭങ്ങൾ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല സ്കീമുകൾ ഇന്ത്യ ഗവൺമെൻറ് ഈ അടുത്തിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവയിൽ ചില സ്കീമുകളാണ് നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുന്നതിന് മുന്നേ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാവുന്ന സബ്സിഡികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ സ്കീമുകൾ ഏതൊക്കെ സ്കീമുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെ ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ് സംരംഭത്തിന് വേണ്ടി എന്നൊക്കെ ഉള്ളതാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. അപ്പം നമുക്ക് കുറച്ച് സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് കുറച്ച് പദ്ധതികളെക്കുറിച്ച് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് പ്രധാനമന്ത്രി യുവയോജന എന്ന് പറയുന്നൊരു പദ്ധതിയാണ്. ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് ടു ദി നെക്സ്റ്റ് ജനറേഷൻ എൻ്റർപ്രനേഴ്സ് വിത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. അതായത് സ്കിൽ ഡെവലപ്മെൻറ്റും ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇപ്പോൾ വരാൻ പോകുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് പ്രധാനമന്ത്രി യുവയോജന എന്ന് പറയുന്നത്. അപ്പം ഈ പദ്ധതി പ്രകാരം നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ട്രെയിനിങ് കിട്ടും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീമാണ്. ഇതിൽ ഈ ഒരു പദ്ധതി പ്രകാരം നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ഗവൺമെൻറ് ഈ സ്കീം പ്രകാരമാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3 വർഷത്തേക്ക് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 3 വർഷത്തേക്കിന് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. അത് ടെക് സ്റ്റാർട്ടപ്പ് നമുക്ക് ഫണ്ടൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ഗവൺമെൻറ്റിൽ തന്നെ ഫണ്ട് റേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ടാക്സ് ഫ്രീ ആയതുകൊണ്ട് തന്നെ 3 വർഷത്തേക്കിന് ടാക്സ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് അടൽ ഇന്നൊവേഷൻ മിഷനാണ്. ഇതിലും നമുക്ക് ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക് പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് മിഷനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇത് പുതിയതായിട്ട് വരുന്ന യുവ സംരംഭകരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ടെക്നോളജി മേഖലയിൽ സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ള യുവ പ്രതിഭകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ യുവ സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. അടുത്തത് മേക്ക് ഇൻ ഇന്ത്യ ആണ്. മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പാണ്. അതിനകത്ത് വരുന്നത് പുതിയതായിട്ട് നിങ്ങൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാനുഫാക്ചറിങ്, ഇന്നൊവേഷൻ, എൻകറേജിങ് സ്റ്റാർട്ടപ്പ്, അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. മാനുഫാക്ചറിങ്ങിന്, ഇന്നൊവേഷൻസിന്, അതുപോലെ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് വിവിധ സ്കീമുകൾ വഴി നമുക്ക് സബ്സിഡി കിട്ടും, അതുപോലെ ലോണിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ടാണ്. അപ്പം ചെറിയ ബിസിനസ്സുകൾക്ക് ലോൺ എളുപ്പമാക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ സാധാരണഗതിയിലൊക്കെ നമ്മൾ ലോണിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ലോൺ സാങ്ഷൻ ആയി കിട്ടാൻ. അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം ഗവൺമെൻറ് തന്നെ കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള ലോണുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ലോണുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീമാണ്. ഇതിനകത്ത് നമുക്ക് വായ്പ നമുക്ക് ലഭിക്കും. 10 ലക്ഷം മുതൽ 1 കോടി വരെ നമുക്ക് വായ്പ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും അവർ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെയുള്ള കച്ചവടങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട്, പിന്നെ SC/ST വിഭാഗത്തിൽ വരുന്ന സംരംഭകർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത്. ഇതിൽ 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഇതിനകത്ത് ലോൺ സൗകര്യം ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്.
ഇത് പ്രത്യേകിച്ചും വുമൺ എൻ്റർപ്രനേഴ്സിനും അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് വിഭാഗത്തിലുള്ള ആളുകൾക്കും SC/ST വിഭാഗത്തിലുള്ള സംരംഭകർക്കുമായിട്ടാണ് ഇത് മാറ്റിവെച്ചിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്കീമുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംരംഭകർക്ക് വേണ്ടിയിട്ട്, യുവ സംരംഭകർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സംരംഭം തുടങ്ങാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെയൊക്കെ ആനുകൂല്യങ്ങൾ നിങ്ങൾ കഴിവതും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഗവൺമെൻറ് ഓരോ പദ്ധതികൾ തയ്യാറാക്കുന്നത് നമുക്കൊക്കെ വേണ്ടി തന്നെയാണ്. അത് നമ്മൾ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ഉപയോഗിക്കണം. നമ്മൾ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മാക്സിമം ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം നമുക്കും നല്ലൊരു സംരംഭം നമുക്ക് തുടങ്ങാൻ സാധിക്കട്ടെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.